നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, പാലക്കാട് നിന്നുള്ള സന്തോഷകരമായിട്ടുള്ള വലിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ ഇപ്പോ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഈ വർഗവഞ്ചകൻ, BJP എന്ന് പറയുന്ന, അതല്ലെങ്കിൽ അയാൾ ഇത്രയും കാലം പുകഴ്ത്തിക്കൊണ്ടിരുന്ന RSS എന്ന് പറയുന്ന നമ്മുടെ എല്ലാം മാതൃസംഘടന, അതിനെയൊക്കെ അത്ര കണ്ട് പരിഹസിച്ച് അപഹസിച്ച് ചവിട്ടി മെതിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന വർഗവഞ്ചക പാർട്ടിയിലേക്ക്, രാജ്യദ്രോഹ പാർട്ടിയിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നുപോയ ഈ ദുഷ്ടൻ കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ കൂട്ടത്തോടെ BJP-യിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനൽ നമ്പർ നമ്മൾ ഇതിന്റെ അടിയിൽ കൊടുക്കാറുണ്ട്. അതിൽ ഒട്ടേറെ ആളുകളാണ് പാലക്കാട് നിന്നും, പിന്നെ ഈ സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലയിൽപ്പെട്ടതാണെങ്കിൽ പോലും സന്ദീപ് വാര്യരുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പോ ശ്രീകൃഷ്ണപുരം, അതല്ലെങ്കിൽ ചെറുപ്പളശ്ശേരി, ഇവന്റെ നാടായിട്ടുള്ള ചെത്തല്ലൂര്, ഇത്തരം ഒരുപാട് നാടുകളിൽ നിന്നാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലരോടൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കാറുമുണ്ട്. കാരണം നമ്മുടെ ചാനൽ നമ്പർ താഴെ കൊടുക്കുന്നത് കൊണ്ട് അത് ജിഹാദി ഭീഷണിയുള്ള, അതല്ലെങ്കിൽ ജിഹാദികളൊക്കെ അവരുടെ മദ്രസ സംസ്കാരം വാരി വിതറുന്ന ഒരു നമ്പർ കൂടി ആയതുകൊണ്ട് കാര്യപ്രസക്തമായുള്ള കോളുകൾ എനിക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചു. അതിൽ കോൺഗ്രസിൽപ്പെട്ട ആളുകൾ കൂടി ഉണ്ട് എന്നുള്ള വലിയ സന്തോഷ വാർത്ത തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ BJP-യിലേക്ക് വരുന്നതെന്ന് അറിയാമോ? ഇതുവരെ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് BJP എന്ന് പറയുന്ന പാർട്ടിയിലെ ചില നേതാക്കന്മാരുമായിട്ടുള്ള അസ്വാരസ്യം എന്നായിരുന്നു ഈ സന്ദീപ് വാര്യർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അതെല്ലാം മാറിക്കൊണ്ട് ഇവൻ പറയുന്നത് എന്താണ്? RSS എന്ന് പറയുന്ന സംഘടന, അതല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അന്യമത വിദ്വേഷത്തിന്റെയും സംഘടനയാണ്. അത് വളർത്തലാണ് ഇവരുടെ പരിപാടി. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ പറയുന്ന പ്രധാനമന്ത്രി തനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ ഇവൻ എന്തായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഛർദിലൊക്കെ വാരി വിതറിക്കൊണ്ട് തന്നെയാണ് അവൻ ഈ കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്. നോക്കൂ, എത്രയോ ആളുകൾ ഇവന്റെ ആരാധക വൃന്ദങ്ങളായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ ഇവനോടുള്ള താല്പര്യം, ഇവനോടുള്ള ബഹുമാനം, ആദരം കൊണ്ട് തന്നെ എത്രയോ ആളുകൾ ഇവൻ ആദ്യം പറഞ്ഞ സമയത്ത് ഈ BJP-യിലെ നേതൃത്വം, ഇപ്പൊ K സുരേന്ദ്രനായാലും V മുരളീധരനായാലും ഇവരൊക്കെ നടത്തുന്ന ഗ്രൂപ്പിസം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. കൃഷ്ണദാസ് പക്ഷം, V മുരളീധരൻ പക്ഷം, മറ്റൊരുപാട് പക്ഷങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, ഈ പക്ഷത്തിന്റെ ഇരയായി മാറിക്കൊണ്ടാണ് ഞാനിതാ പോകുന്നതെന്ന് ഇവൻ ആദ്യം വെളിപ്പെടുത്തിയത്. പിന്നീട് അത് എന്തായി മാറി എന്നുള്ളത് മാന്യ പ്രേക്ഷകർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ കൃത്യമായിട്ടുള്ള തനി നിറം, അതായത് ഓന്ത് പോലും തൂങ്ങിച്ചാവും ഈ സന്ദീപ് വാര്യരുടെ ഈ നിറം മാറ്റം കണ്ടിട്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർ, പൂർണ്ണമായിട്ടും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ഇവനെ ഇന്നിപ്പോൾ ഷാൾ അണിയിച്ചുകൊണ്ട് ത്രിവർണ്ണ പതാകയുടെ കളറൊക്കെയുള്ള ഈ ഷോൾ അണിയിച്ചുകൊണ്ട് ഇവനെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഏറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അസംതൃപ്തരായിക്കൊണ്ട് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ വിട്ടിരിക്കുന്നു. കാരണം ഇത്രയും നാൾ ഇവൻ ആർക്കെതിരെയാണോ സംസാരിച്ചത്, ആ എതിരാളികൾക്കെതിരെ സംസാരിച്ചതെല്ലാം ഛർദിലെല്ലാം വാരി തിന്നുകൊണ്ട് ഇന്ന് അവരെ സുഖിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള വെറും ഒരു സ്ഥാനമാന മോഹിയായിട്ടുള്ള ഇവൻ നാളെ നമ്മളെയും ഒറ്റും എന്നുള്ളത് പച്ചയ്ക്കാണ് എൻ്റെ അടുത്ത് പല ആളുകളും ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, മറ്റ് ഒട്ടേറെ BJP സ്വയം സേവകരൊക്കെ എന്നെ വിളിച്ചിരുന്നു. അതിൽ ഒട്ടേറെ STP, പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരുമായി ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ള, അതല്ലെങ്കിൽ ആ വധശ്രമ കേസുകൾ, അങ്ങനെ ഒട്ടേറെ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള മാന്യ സംഘപ്രവർത്തകർ കൂടി എന്നെ വിളിച്ചിരുന്നു. ഇവൻ വലിയ വായിൽ പറയാറുണ്ടല്ലോ, ഏത് നട്ടപ്പാതിരേക്കും ഇവൻ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി 1 മണിക്കും 2 മണിക്കും മറ്റോടത്തൊക്കെ പോവാറുണ്ട് എന്നുള്ളത്. എന്നാൽ ഇവന്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്വയം സേവകരും BJP പ്രവർത്തകരും തന്നെ എന്നെ വിളിച്ച് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇവന്റെ അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരമുണ്ടല്ലോ, അതായത് ഇവൻ ആരോ ആയി മാറി എന്നുള്ള അവന്റെ ആ ചിന്തയുണ്ടല്ലോ, അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ പോലത്തെയുള്ള കൃത്യമായിട്ടും ഒരു വർഗവഞ്ചകൻ, ചതിയനെ കൃത്യമായിട്ടും മനസ്സിലാക്കി കോൺഗ്രസ്സുകാർ പൂർണ്ണമായിട്ടും BJP-യിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ് പകരുന്നത്. മാത്രമല്ല, ഇവനെ കൊണ്ട് കിട്ടിയ മറ്റൊരു ഗുണം എന്തെന്നറിയാമോ? ഇവന്റെ ഈ ആദ്യം പറഞ്ഞ കാലത്ത് നിന്ന് മാറിക്കൊണ്ട് BJP എന്ന് പറയുന്ന സംഘടന, രാഷ്ട്രീയ സംഘടനയെയും RSS എന്ന് പറയുന്ന അതിന്റെ മാതൃ സംഘടനയെയും അതിന്റെ എല്ലാ രീതിയിലുമുള്ള ആ ഒരു ധർമ്മബോധമുണ്ടല്ലോ, അതിനെയൊക്കെ അപഹസിച്ച് രംഗത്ത് വന്നതുകൊണ്ട് തന്നെ ഇത്രയും നാൾ BJP-യിലെ രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൊഴുത്തിൽ കുത്തായിരുന്നു കാരണം എന്ന് കരുതി ഈ ചങ്ങാതിയെ, സന്ദീപ് വാര്യരെ അത്ര കണ്ട് പിന്തുണ
തുടച്ചിരുന്ന ആളുകൾ പൂർണ്ണമായിട്ട് ഇന്ന് പാലക്കാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവിടെ പ്രവർത്തനം തീപ്പൊരി പ്രവർത്തനം നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടു, ശോഭാ സുരേന്ദ്രൻജി അടക്കമുള്ള ആളുകൾ പച്ചയ്ക്ക് പറയുന്നുണ്ട്, ഒരു വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം, ഞാൻ തന്നെ ആലപ്പുഴയിൽ പോയതും അവിടെ മത്സരിക്കാൻ പോയതും ഒരുപാട് കഷ്ടപ്പെട്ടതും അവരെങ്ങനെയാണ് ഇന്ന് കാണുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശോഭേച്ചി എന്ന് പറയുന്ന അങ്ങോട്ട് വളർന്നു വന്നതെന്ന് കൃത്യമായിട്ടും അവർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടില്ലേ. അത്തരത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്വയം സേവകരുടെ ജീവനും രക്തവുമാണ് ഈ സംഘടന എന്നിരിക്കെ തനിക്ക് സീറ്റ് കിട്ടിയില്ല, തനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു MLA സ്ഥാനം, ഒരു MP സ്ഥാനം, ഇങ്ങനെ വലിയ വലിയ അത്യാഗ്രഹം മൂത്തുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ഈ ദുഷ്ടനായിട്ടുള്ള ഈ സന്ദീപ് വാര്യർ ഇത്തരത്തിൽ തന്നെ വളർത്തി വലുതാക്കിയ പോറ്റമ്മയായിട്ടുള്ള തന്റെ സംഘടനയെ ചതിച്ചു പോയത് കൃത്യമായിട്ടും ഇവിടത്തെ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആദ്യ മണിക്കൂറിൽ അവർക്ക് ഈ മരയോന്തിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ ഇന്നിപ്പോൾ കൃത്യമായിട്ടും ഈ മരയോന്തിനെ കൃത്യമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ പാലക്കാട്ടിലേക്ക് പ്രവർത്തകരുടെ കുത്തൊഴുക്ക് തന്നെയാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ ഒന്നടങ്കം ഇത് ഒരു അഭിമാന പ്രശ്നമായി തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വർഗവഞ്ചകൻ നമ്മുടെ സംഘടനയെ ഇത്ര കണ്ട് ഇകഴ്ത്തിയത്. ഇവൻ പോയത് കൊണ്ട് നമ്മൾക്കൊന്നുമില്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കരുതുന്നത് ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നാ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവനല്ല, ഇവനെ പോലത്തെ 1000 എണ്ണം പോയി കഴിഞ്ഞാലും ഈ സംഘടനയ്ക്ക് ഒന്നുമില്ല. കാരണം വെറും 2 സീറ്റിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജി 2014 അതിനുശേഷം തുടർന്ന് വീണ്ടും മൂന്നാമതും ഭരണത്തിലേറിയത് ഈ പറയുന്ന വർഗവഞ്ചകരെ കണ്ടുകൊണ്ടൊന്നുമല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു MP-മാരെ കൊണ്ടുകൊണ്ടോ അല്ല ഇവിടെ ഭാരതം ഭരിക്കാൻ വേണ്ടി നരേന്ദ്രമോദിജി എത്തിയതെന്ന് അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും. ഇവനൊക്കെ ഇവിടെ കിടന്ന് തുള്ളിയാൽ എത്രത്തോളം തുള്ളും എന്നുള്ളത്. നോക്കൂ, ഇവൻ ഇന്ന് അവൻ ഛർദിച്ച വലിയ കോളാമ്പിയിൽ ഇന്ന് പാൽപ്പായസം പാർന്ന് കുടിക്കുകയാണ്. ഈ പാൽപ്പായസം മോന്തുന്നതിനിടയിൽ ഇവന്റെ വായിൽ അതല്ലെങ്കിൽ പല്ലിനിടയിൽ ചില വറ്റുകൾ കുടുങ്ങുമ്പോൾ ഇവൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോ? നോക്കൂ, ഇത്രയും നാൾ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തന മികവ് കണ്ടുകൊണ്ട്, അടൽ ബിഹാരി വാജ്പേയിയുടെ ആദർശം കണ്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പാർട്ടിയിലേക്ക് രംഗത്ത് വരാനുണ്ടായ കാരണം പറഞ്ഞ ഈ ചങ്ങാതി ഇന്ന് തിരുത്തി പറയേണ്ട അവസ്ഥ വരുന്നു. മാത്രമല്ല, ഈ പറയുന്ന മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്ന ഈ നാടിന്റെ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്തായാലും ഈ ചങ്ങാതിയെ, ഈ MK ഗാന്ധിയെ ചെറുതായിട്ട് വെടിവെച്ച് കൊന്നു എന്നൊക്കെ ചാനലുകളിലൂടെ വാഗ്വാദം നടത്തിയ, മാത്രമല്ല സോണിയ ഗാന്ധി എന്ന് പറയുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ എല്ലാമായ മദാമ, ആ മദാമയുടെ പാവാട അലക്കുകാരാണ് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ 100 കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം ഛർദിച്ച ആ കോളാമ്പിയിൽ നിന്ന് പാൽപ്പായസം പാർന്ന് കുടിച്ച് കഴിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ ഈ അവസ്ഥ ഒരു ശത്രുവിന് പോലും വരുത്തരുത് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും പാലക്കാട് നിന്നുള്ള ശുഭവാർത്തകൾ കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾക്ക് അവിടെ നേരിട്ട് പോയി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സന്തോഷ വാർത്ത, ഇവിടെ പാലക്കാട് വിജയിക്കുക എന്നുള്ളത് ഇന്ന് ഓരോ മലയാളികളായിട്ടുള്ള ദേശസ്നേഹിയുടെയും ഓരോ ലോകത്താകമാനമുള്ള ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ രാജ്യസ്നേഹിയുടെയും ആത്മാർത്ഥമായിട്ടുള്ള വലിയ ആഗ്രഹം കൂടിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ കൂടെ ഉണ്ടാവും. നമുക്കറിയാം, കൽപ്പാത്തി രഥോത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നാളുകളിൽ വന്ന ഈ തിരഞ്ഞെടുപ്പ് കൃത്യമായിട്ടും ഭഗവാന്മാരുടെ ചൈതന്യം ഉണ്ടാവും എന്നുള്ളത്. ധർമ്മം ജയിക്കേണ്ടതുണ്ട്. ധർമ്മം ഇവിടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ ക്ഷയം മാറ്റാൻ വേണ്ടി, ഇവിടെ ധർമ്മച്യുതി മാറ്റാൻ വേണ്ടി ധർമാവതാരങ്ങൾ അവതരിച്ച് ഇവിടെ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത ഭഗവാന് പോലും അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള വർഗവഞ്ചകർ, സ്ഥാനമാന മോഹികൾ ഇത്തരത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇവന്മാർക്കൊക്കെ അവിടെ സ്ഥാനം കിട്ടാത്തത് മൂലമുള്ള അവിടുത്തെ കലഹങ്ങൾക്ക് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, പെൺ വിഷയത്തിലായാലും സാമ്പത്തിക വിഷയത്തിലായാലും എല്ലാത്തിലും നമ്പർ 1 ആയിക്കൊണ്ട് 2 വർഷത്തോളം കാലം സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട, അതല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടിയ ഒരുത്തൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് അറിയാം. പിന്നെ പെണ്ണ് വിഷയത്തിലൊക്കെ സജീവമായിട്ട് ജീവിക്കുന്ന രാഷ്ട്രീയ കോമാളികൾക്ക് നിൽക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് കോൺഗ്രസ്
അതല്ലെങ്കിൽ UDF. അതുകൊണ്ട് ഇവന്റെ സ്വതസിദ്ധമായിട്ടുള്ള വൈകൃതങ്ങൾക്ക് ആ പാർട്ടി തന്നെയാണ് ഉത്തമം എന്ന് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് ഇവനെതിരെ എടുത്ത നടപടി എന്ന് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ നടപടി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് നമ്മൾക്ക് കേൾക്കേണ്ടതുണ്ട്. ഞാനത് പച്ചയ്ക്ക് പറയും, എനിക്കത് പറയുന്നതിന് യാതൊരു നാണവും മാനവും ഇല്ല. ഇവൻ പ്രതി ഒരു കുടുംബം കലക്കിയ ഒരു കുടുംബത്തിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇവനെ നിയോഗിക്കുന്നു. ആ നിയോഗിക്കപ്പെട്ട ഇവൻ തന്നെ ആ കുടുംബത്തിലെ പെണ്ണിനോട് ചെയ്ത ചെറ്റത്തരം എന്തെന്ന് നമ്മൾ പച്ചയ്ക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ പറഞ്ഞ് അർദ്ധ പകുതിയിൽ നിർത്തിയ ആ പകുതിക്ക് നിർത്തിയ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം നമുക്ക്. നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. നടപടിയെടുത്തത് എന്തിനാണെന്നുള്ള കാര്യം അന്ന് ഞാൻ പറയാതിരുന്നത്, ഇന്നും പറയാതിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടിക്കും ചെയ്യാവുന്ന നടപടിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നടപടി എടുക്കാൻ മാത്രമുള്ള ഒരാളല്ലെന്ന്. പാർട്ടിക്ക് 180 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും ആയിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. നോക്കൂ, ഇതിൽ വ്യക്തമാണ്. നമ്മളൊക്കെ പച്ചയ്ക്ക് ഒരുപാട് മണിക്കൂറുകളും നാളുകളുമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UDF എന്ന് പറയുന്ന കോഴികളുടെ പാർട്ടി, അതല്ലെങ്കിൽ CPM എന്ന് പറയുന്ന മറ്റൊരു കോഴികളുടെ പാർട്ടി, ഈ ഏത് പാർട്ടിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് BJP എന്ന് പറയുന്ന രാജ്യസ്നേഹികൾ അതല്ലെങ്കിൽ സംഘികൾ എന്ന് വിളിക്കുന്നത് ഇന്ന് ഏത് വിഭാഗത്തെയാ? സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുടെ പേര് സംഘിയാണ്. ധർമ്മത്തിന് വേണ്ടി പടവരുന്ന ആളുകളുടെ പേര് സംഘിയാണ്. അത്തരം സംഘി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കോഴികൾ പോയത് കൊണ്ട് ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ എല്ലാവരും സംശയിച്ചില്ലേ എന്തുകൊണ്ട് ഈ ചങ്ങാതിയെ ആരും പോയിട്ട്, സന്ദീപ് വാര്യരെ ആരും പോയിട്ട് അനുനയിപ്പിക്കുന്നില്ല, ചേർത്ത് പിടിക്കണം എന്നൊക്കെ നിങ്ങൾ പലരും അഭിപ്രായപ്പെട്ടതല്ലേ? നോക്കൂ, മറ്റൊന്നുകൊണ്ടുമല്ല, ഇവനെ ചേർത്ത് പിടിച്ചാൽ ഇവനെ ഏതൊരു വീട്ടിലും കയറ്റാൻ പറ്റാത്ത കോഴി സ്വഭാവമുള്ള ഇവനെ എങ്ങനെയാണ് ഇവനെ നമ്മൾ ചേർത്ത് പിടിക്കുക? ഇവനെ ഏകദേശം 2 വർഷത്തോളം കാലം ഇവന് പണിഷ്മെന്റ് കൊടുത്തു 2019 ശേഷം. അതിനുശേഷം ഇവന് വീണ്ടും പതിയെ ചില സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് രംഗത്ത് കൊണ്ടുവന്നു. ഇവൻ 180-ൽ പരം വരുന്ന സംസ്ഥാന സമിതി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനമുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരുത്തൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് ഇവനെ മാറ്റി നിർത്തിയത്? കെ സുരേന്ദ്രനാണോ മാറ്റിയത്? അല്ല. പിന്നെയോ വി മുരളീധരനാണോ? അല്ല. ഈ നാട്ടിലെ ആളുകളല്ല. പിന്നെ ആരാ? കേന്ദ്രത്തിന്റെ ആളുകൾ തന്നെ. കേന്ദ്ര ചുമതലയുള്ള കേന്ദ്ര BJP-യിലെ, നാഷണൽ BJP-യിലെ കേരളത്തിലെ ചുമതലയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം തന്നെയാണ് ഇവനെ സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതും പതിയെ അവന് 2 വർഷം പണിഷ്മെന്റ് കൊടുത്തതും. ആ സമയത്ത് എന്തേ ഇവൻ മിണ്ടാതിരുന്ന ആ പണിഷ്മെന്റ് സമ്മതിച്ചു അതല്ലെങ്കിൽ അനുഭവിച്ചു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മറ്റൊന്നുകൊണ്ടുമല്ല, ഇവൻ ആ പണിഷ്മെന്റിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ, ഇവനെതിരെയുള്ള തെളിവുകൾ പുറത്തു വന്നാൽ, ഈ കോഴി സ്വഭാവമുള്ള വൈകൃതമുള്ള ഒരാളുടെയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഓന്ത് സന്ദീപ് എന്നിപ്പോൾ പേര് ദോഷമുള്ള, അതല്ലെങ്കിൽ ഏതൊരു സംഘടനയിൽ ചെന്ന് കഴിഞ്ഞാലും ആ സംഘടനയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് ആ സംഘടനയെ പറയിപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഘടനയിലേക്ക് മാറുമെന്നുള്ള യഥാർത്ഥ സ്വഭാവം, വൈകൃത സ്വഭാവമുള്ള ഇവന് വേണ്ടി ആരും രംഗത്ത് വരില്ല. അതുമല്ല, ഇത്തരത്തിൽ ഇവൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് അവിടെ പ്രതിഷേധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ വരാനിരിക്കുന്ന തെളിവുകൾ ഇവനറിയാം. ക്വാറി മാഫിയ ആയിക്കോട്ടെ, മണ്ണ് മാഫിയ ആയിക്കോട്ടെ, എന്തിനേറെ ഇസ്ലാമിക ഭീകരരുടെ ഹലാൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നല്ലോ. എന്താ ഹലാൽ എന്ന് പറയുന്ന പ്രൊജക്ട്? നോക്കൂ, തുപ്പിയതും തൂറിയതുമായിട്ടുള്ള ഭക്ഷണം അന്യമതസ്ഥരെ തീറ്റിക്കുന്ന ഇവന്റെയൊക്കെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെതിരെ പ്രഖ്യാപിത നയവുമായി തന്നെ ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ഇവിടുത്തെ സ്വാഭിമാന രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, വേണ്ട ഇവിടുത്തെ RSSന്റെ ആളുകളായിക്കോട്ടെ, എല്ലാവരും പ്രഖ്യാപിത നയവുമായി രംഗത്ത് വന്ന സമയത്ത് ഇത് ശരിയല്ല, ഇതിലേക്ക് തുപ്പിക്കൊണ്ടല്ല മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, അത് ഏതൊരു സംസ്കാരത്തിന്റെ രീതിയാണെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് രംഗത്ത് വന്ന സമയത്ത് അതിന് തുരങ്കം വെച്ചിട്ടുണ്ടവൻ. അതിന് തുരങ്കം വെച്ച്
ഇസ്ലാമിക ഭീകരന്മാരുടെ നക്കിക്കൊണ്ട് അവന്മാരുടെ ഹലാൽ ഭക്ഷണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെയോ ഇവിടുത്തെ ലവ് ജിഹാദ് ആണെങ്കിലും അത്തരം ഒട്ടേറെ കേസുകൾ രംഗത്ത് വന്ന സമയത്തൊക്കെ അവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഇവൻ തന്നെയാണ് ഇന്ന് നമ്മുടെ മാതൃസംഘടനയായാലും നമ്മുടെ രാഷ്ട്രീയ സംഘടനയായാലും അതിനെ വഞ്ചിച്ചുകൊണ്ട് പുറത്തു പോകുന്നത്. ഇവനെ പുറത്തു കളഞ്ഞതാണോ പുറത്തു പോയതാണോ എന്ന ചർച്ച കൂടി നമ്മൾ നടത്തേണ്ടതല്ലേ? സത്യത്തിൽ ഇവനെ ഏറ്റെടുത്ത കോൺഗ്രസ്സുകാരുടെ ഒരു ദുര്യോഗം ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇവൻ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്ന ഈ ചങ്ങാതിയെ എന്തുകൊണ്ട് RSSകാരും BJPക്കാരും ആശ്വസിപ്പിക്കാൻ പോലും ചെന്നില്ല? ഒന്ന് തോളിൽ തട്ടിക്കൊണ്ട് പോട്ടെ സന്ദീപ്, നീ ഒന്ന് അടങ്ങ്, 2 ദിവസം കഴിയട്ടെ, നമുക്ക് ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് എല്ലാം പരിഹരിക്കാം എന്ന് ആരും പോയി നേരിട്ട് പോയി അവനെ ആശ്വസിപ്പിക്കാഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്നറിയാമോ? വെറും നാറ്റക്കേസാണ്. ഈ നാറ്റക്കേസിനെ കേന്ദ്ര സർക്കാർ അടക്കമുള്ള മോദിജി അടക്കമുള്ള ആളുകൾ അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇവൻ മോദിജി അടക്കമുള്ള ആളുകളെ തെറി വിളിച്ചുകൊണ്ടും അത്ര കണ്ട് ചവിട്ടി അരച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ അവൻ മറ്റൊന്നുകൂടെ പറയുന്നത് കേട്ടോ, ഇവനെ കൊല്ലാൻ വേണ്ടി ഇന്നോവ വിടുന്നത് ഈ BJPയും CPM-ഉം ചേർന്നായിരിക്കും എന്നുള്ളത്. നോക്കൂ, ഒരു പെൺകോന്തനെ ഒരു കുടുംബം കലക്കിയെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? ഇവനെ പോലത്തെ ഈ പറയുന്ന ഡേഷനെ, ഞാനിവിടെ അസഭ്യം പറയില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൊണ്ട് പറയുന്നില്ല, ഇവനെ പോലത്തെ ഒരു ഡേഷനെ ഇവിടെ നിന്നും അകറ്റി നിർത്തി പതിയെ കരിവേപ്പില പോലെ, കരിവേപ്പിലേക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണമുണ്ട്, ആ ഔഷധ ഗുണം കറിയിലേക്ക് ആയതിനു ശേഷം മാത്രമാണ്. എന്നിരുന്നാലും ഞാനൊക്കെ കരിവേപ്പിലയുടെ ഇലയൊക്കെ കഴിക്കാറുണ്ട്. നമ്മളൊക്കെ വറക്കുന്ന ഉപ്പേരി തോരനൊക്കെ വറക്കുന്ന സമയത്താവുള്ള ആ കരിവേപ്പിലൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അത്തരത്തിൽ ഈ കരിവേപ്പിലയ്ക്ക് പോലും ഔഷധ ഗുണമുണ്ടെന്നിരിക്കാം നമ്മൾ മാറ്റിവെക്കുന്ന, അതുകൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല. അത്തരത്തിൽ പോലും ഗുണമില്ലാത്ത ഇവനെ എന്തുകൊണ്ടാണ് BJP എന്ന് പറയുന്ന പാർട്ടി മെല്ലെ കരക്കിയിരുത്തിയത്? ആ കരക്കിയിരുത്തിയതിനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇവൻ വെറും ഒരു നാറ്റക്കേസും ഇവൻ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടങ്ങളിലെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ സംഘടനയിലെ ആളുകളെ നാനാഭാഗത്തോട്ട് ചിന്നിച്ചിതറിക്കുന്ന സ്വഭാവമുണ്ട് എന്ന് എല്ലാ സംഘടനകൾക്കും എല്ലാ ചിന്തകർക്കും എല്ലാ മുതിർന്ന പ്രവർത്തകർക്കും അതല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാർക്കും മനസ്സിലായത് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വയറ് വീർപ്പിച്ച് നടക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കാശ് കിട്ടിയാൽ പുളിക്കാതെ അത് നക്കി ജീവിക്കുന്ന, എന്നാൽ തന്റെ അച്ഛൻ 3 വേൾഡ് വാറിൽ പങ്കെടുത്തവനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ഇവൻ ശരിക്ക് 3 വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരന്റെ മകൻ രാജ്യദ്രോഹികളുടെ കൂടെ പോവുമോ? ഇത്രയും നാൾ ഛർദിച്ചത് വാരി തിന്നുമോ? അപ്പോൾ അതിന്റെ പേരുദോഷം കൂടി ആ പാവം പിടിച്ച അച്ഛനും ഈ പറയുന്ന ടീച്ചറായിട്ടുള്ള ഇവന്റെ അമ്മയ്ക്കും കൂടി വരുമ്പോൾ ഇവൻ അമ്മയായാലും അച്ഛനായാലും ആര് പേരുദോഷം കേട്ട് കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പൊ കിട്ടണം സ്ഥാനം, കസേര മോഹിയായിട്ടുള്ള സ്ഥാനമാനം മോഹിയായിട്ടുള്ള ഇവന്റെ യഥാർത്ഥ സ്വഭാവം എന്തായാലും നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിഞ്ഞതിൽ കോൺഗ്രസ് പ്രവർത്തകർ പെട്ടു എന്നുള്ളത് അറിയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ പാലക്കാട് പോയി പ്രവർത്തിക്കാനാവുമോ അവരെല്ലാവരും പാലക്കാട് പോവേണ്ടത് തന്നെയാണ്. ഇനി നാളത്തെ ഒരു ദിവസം കൂടി മാത്രം തന്നെയുള്ള, ഇന്ന് 17 18 19 നാളെ കൂടെ കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം നിശബ്ദ പ്രചരണമാണ്. അതുകൊണ്ട് കൊട്ടിക്കലാശമായാലും ഈ നിശബ്ദ പ്രചരണത്തിലുമൊക്കെ എല്ലാവരുടെയും മാക്സിമം ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാവട്ടെ. കോൺഗ്രസ്സുകാർ പോലും ഇവന്റെ മുഖം കണ്ടുകൊണ്ട് ഈ പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് BJPയിലേക്ക് വരുമ്പോൾ ഇവിടെ ധർമ്മം ചെയ്യിക്കേണ്ടത് ഓരോ കോൺഗ്രസ് എന്ന് പറയുന്ന അനുഭാവിയുടെ കൂടി ആ ഒരു ആവശ്യമായി മാറുമ്പോൾ ഇവൻ പറയുന്ന പോലെ ഒരുപാട് BJPക്കാരെയും ഞാൻ കൊണ്ടുവരുമെന്നൊക്കെ ഇവൻ വാക്കുകൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇവന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സിന്റെ കണക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? 3,60,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇവന്റെ ഇപ്പത്തെ ഫോളോവേഴ്സ് ഞാൻ 1 മണിക്കൂർ മുൻപ് നോക്കിയ സമയത്ത് 3,04,000 മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്ന ഇവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആയിക്കോട്ടെ, ഇവന്റെ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, ഇതൊക്കെ സബ്സ്ക്രൈബും ഫോളോയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ അതെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ടതും അൺഫോളോ ചെയ്യേണ്ടതും തന്നെയാണെന്ന് പച്ചയ്ക്ക് പറയട്ടെ. കാരണം ഇത്തരത്തിലുള്ള ഒരു വർഗവഞ്ചകനെ ഇനിയും നമ്മൾ അവനിടുന്ന ഇപ്പോ അവന്റെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു വലിയ സുഡാപ്പി കുടുംബത്തിൽ ചെന്നുകൊണ്ട് അവർ തുപ്പിയിട്ട് കൊടുത്തതായാലും എന്തായാലും വേണ്ടില്ല, എനിക്കിതൊക്കെ അമൃതാന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു കുടുംബത്തിൽ മലപ്പുറത്ത് വന്നിട്ടുണ്ട്. നാണവും മാനവും ഉണ്ടോടാ? ലീഗിനെ ഇവൻ വിളിച്ചിട്ടുള്ള പേരെന്തെന്നറിയാമോ?
ഇവൻ പറഞ്ഞിട്ടുള്ള പേരുകളും സ്ഥാനമാനങ്ങളും ഒക്കെ ലീഗിന് വിളിച്ചിട്ടുള്ളതൊക്കെ എന്തെന്ന് ചിന്തിക്കുന്ന ലീഗുകാർ തന്നെ ഇവന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്രത്തോളം ഇവനെ ഈ സന്ദീപിനെ പുകഴ്ത്തിക്കൊണ്ടും വാരി അടുക്കിക്കൊണ്ടും കൊണ്ടു നടന്നാലൊന്നും ഇവൻ പറഞ്ഞിട്ടുള്ള വാക്കുകളോ ഇവൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളോ ഈ അന്തരീക്ഷത്തിൽ നിന്നും മായുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവനോട് ക്ഷമിച്ചുകൊണ്ട് ഇവനെ BJP എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന നമ്മുടെ സംഘടനക്കെതിരെ എന്തിനു വേണ്ടിയിട്ടും ഇവനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ആ നെഞ്ച് അവൻ എന്നാണ് കുത്തി തുറന്നുകൊണ്ട് നിനക്കൊക്കെ ഇട്ട് പണി തന്നുകൊണ്ട് അപ്പുറത്തോട്ട് മറുകണ്ഠം ചാടുക എന്ന് ചിന്തിക്കുക. കാരണം ആദ്യം SFIയിലൂടെ വന്നു, പിന്നെയോ പിന്നെ BJP രാഷ്ട്രീയത്തിലേക്ക് വന്നു, പിന്നെയോ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നു. ഇനി അടുത്ത നിയമസഭ അല്ലെങ്കിൽ ലോക്സഭയായാലും ഏതൊരു ഇലക്ഷൻ വരുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഇവനെ എന്തായാലും വളർത്തി വലുതാക്കി സന്ദീപ് വാര്യർ എന്ന് പറയുന്ന 4 ആൾ അറിയുന്ന രീതിയിലേക്ക് ആരാ മാറ്റിയത്? ഞങ്ങൾ തന്നെയാ മാറ്റിയത്. സംഘികൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ചാണക സംഘികൾ തന്നെയാണ് ഇവനെ വളർത്തി വലുതാക്കി ഇത്തരത്തിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ വളർത്തി വലുതാക്കിയ ഈ പുഴുവിനെ, ഇവന്റെ കൃത്യമായിട്ട് സ്വഭാവം, ഈ ചൊറിയൻ പുഴുവിന്റെ, ഈ പറയുന്ന വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്റെ, സ്ത്രീജനങ്ങളുള്ള വീട്ടിൽ പ്രത്യേകിച്ച് കയറ്റാൻ കൊള്ളാത്തവന്റെ ഇവനെ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ BJP അധ്യക്ഷനായാലും മറ്റു പ്രവർത്തകരായാലും എല്ലാവരും ഇവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് മറ്റൊന്നുകൊണ്ടുമല്ല, നാറ്റക്കേസ് കൊണ്ട് തന്നെയാണെന്ന് ഇനിയെങ്കിലും മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി ചെറുതായിട്ടെങ്കിലുമുള്ള ആരാധനയുണ്ടല്ലോ, ആ ആരാധനയൊക്കെ ഉള്ളവർ ജസ്റ്റ് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഒന്ന് പോയി നോക്കുക. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുക. ഇവന് കൊടുക്കുന്ന സ്വീകരണമൊക്കെ നോക്കുക. പിന്നെ മാത്രമല്ല SDP പോപ്പുലർ ഫ്രണ്ടുകാരുടെ മധ്യസ്ഥതയിലായിരുന്നു ഇവൻ കൃത്യമായിട്ടും ഈ BJPക്കെതിരെ ഇത്ര കണ്ട് ആക്രമണം നടത്തിക്കൊണ്ട് BJPയെ ചതിച്ചുകൊണ്ട് RSSനെയൊക്കെ അപഹസിച്ചും പരിഹസിച്ചും ഒക്കെ ഇവൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് SDP പോപ്പുലർ ഫ്രണ്ടുകാരുടെയൊക്കെ പൊന്നോമന പുത്രനാണ്. ഇതുവരെ ചാണകമായിരുന്നു ഈ സന്ദീപ് വാര്യരെങ്കിൽ ഇന്ന് അത്തറായി മാറിയിരിക്കുന്നു. ചാണകം മണത്തിരുന്ന സന്ദീപ് വാര്യരെ അത്തറാക്കി മാറ്റി മണപ്പിച്ചുകൊണ്ട് നടക്കുന്ന സുഡാപ്പികളോടൊക്കെ പിന്നെ എന്താണ് പറയാനുള്ളത്? എന്തായാലും മാന്യജനങ്ങളെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത്. ആ വഞ്ചകൻ പോയത് കൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു നഷ്ടവുമില്ല, തിരിച്ച് ലാഭം തന്നെയാണ് വരിക എന്നുള്ളത്. എന്തായാലും ഈ 20-ാം തീയതി നടക്കുന്ന പാലക്കാട് തിരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ ഫലം വന്നു കഴിഞ്ഞാൽ മാന്യപ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അതോടുകൂടി തീരുന്ന വെറുമൊരു ആവേശ കുമാരനാണ് ഈ സന്ദീപ് വാര്യർ. തന്റെ അച്ഛനെയും തന്റെ അമ്മയെയും വരെ ഏത് രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മാറ്റിപ്പറയാൻ വരെ തയ്യാറായി നടക്കുന്ന പല ജന്മങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ജന്മത്തിലുള്ള ഒരുത്തൻ എന്ന് മാത്രമേ ഇവനെ നമ്മൾ പദം ചേർത്ത് അതല്ലെങ്കിൽ അലങ്കാരം ചേർത്ത് സൂചിപ്പിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇനിയും ഇവന്റെ ഫേസ്ബുക്ക് പേജായാലും മറ്റേതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇവനെ ഫോളോ ചെയ്യുന്ന ആളുകൾ നേരെ അവിടെ പോയിട്ട് അൺഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇവനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഈ പറയുന്ന പാലക്കാട് ആർക്കൊക്കെ പോകാൻ പറ്റുമോ അവരെല്ലാം പോയിക്കൊണ്ട് മാക്സിമം പ്രവർത്തനത്തിൽ മുഴുകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾക്ക് വ്യക്തികളല്ല പ്രാധാന്യം, ഇവിടെ നമ്മൾക്ക് സംഘടന മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ സംഘടന മാത്രമായിരിക്കണം നമ്മുടെ മുൻപിലുള്ള ആ വലിയ ധർമ്മം. ആ ധർമ്മത്തെ വിജയിപ്പിക്കാൻ മാന്യ പ്രേക്ഷകർ എല്ലാവരും ശ്രമിക്കുമെന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.